ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ മിൽമയെ പറ്റി എന്താ വിചാരിച്ചത്, അതിൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കുകയുള്ളൂ. അതായത് എന്തെങ്കിലും കേരളത്തിനെ പറ്റി ആണെങ്കിലും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരാൻ നേരത്ത് മിൽമ എന്ന് പറയാൻ നേരത്ത് വെറുതെ പശു കറക്കൽ മാത്രമല്ല, പശുവിനെ കറക്കുന്ന മാത്രമല്ല, അതിനകത്ത് പറയാൻ നേരത്ത് പാല് ആദ്യമേ പാസ്ചറൈസ് ചെയ്യണം. അതായത് എല്ലാവർക്കും അറിയാവുന്ന രീതി എന്ന് പറയാൻ നേരത്ത് അത് ചൂടാക്കണം, കിട്ടുന്ന പാലൊക്കെ ചൂടാക്കണം. പിന്നെ അവരെന്ന് പറയാൻ നേരത്ത് അത് പാക്കേജിങ് ഉണ്ട്. പാക്കിങ് ഇപ്പം എന്ന് പറയാൻ നേരത്ത് പാലാണെങ്കിൽ പ്ലാസ്റ്റിക്കും, പിന്നെ ഇപ്പോൾ ടെട്രാ പാക്കിങ് അതുവരെ ആയിട്ടുണ്ട്. അടുത്തതെന്ന് പറയാൻ നേരത്ത് റെഫ്രിജറേഷൻ, അതായത് കുറേ പാലുകൾ അത് അവർ തണുത്ത ഒരു ലെവലിൽ വെക്കും. അതും ഒരു ഇതാണ്. അപ്പോൾ എത്ര കേരളത്തിൽ എത്ര ലക്ഷം ലീറ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പിന്നെയെന്ന് പറയാൻ നേരത്തെ ആ ഏരിയ മുഴുവനും നീറ്റായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ മുഴുവനും നീറ്റായില്ലെങ്കിൽ സംഭവം എന്താ പറയാൻ നേരത്ത് പാല് കണ്ടാമിനേറ്റ് ആയി പിന്നെ അത് കേടായെന്ന് വരും. പിന്നെയെന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ അറിയില്ല ഇവിടുത്തെ പ്ലാന്റിലൊക്കെ പശുക്കളെ അവർ മെയിൻറ്റെയിൻ നോക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ പശുക്കളുണ്ടെങ്കിലും ഇപ്പം പശുക്കളെ ഇല്ലെങ്കിൽ വെറുതെ പാല് മാത്രം കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പശുക്കളുണ്ടെങ്കിൽ വെറ്റിനറി വേണം, അത് പ്രധാനമാണ്. പിന്നെയെന്ന് പറയാൻ നേരത്ത് പാല് അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. അതായത് മറ്റേ സാമ്പിൾ ചെക്ക് ചെയ്യണം, അതിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ. പിന്നെ എന്ന് പറയാൻ നേരത്ത് എന്ന് പറയാൻ നേരത്ത് എന്തായാലും മെഷീനറി വരും, തീർച്ചയായിട്ടും മെഷീനറി വരും. പാക്കിങ്ങും പലതിനും മറ്റേ പാല് പോകാനായിട്ടുള്ള കൺവെയർ, പാൽ പാക്കറ്റ് പോകാനുള്ള കൺവെയർ. അപ്പോൾ ആ മെഷീനറി വരാൻ നേരത്ത് അതിന് എന്താ പറയുക, അത് ചിലപ്പോൾ റിപ്പയർ വരും, അതിൻ്റെ സർവീസ്, അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, എൻജിനീയറിങ് മെയിൻ്റനൻസ്. പിന്നെ എന്ന് പറയാൻ നേരത്ത് പിന്നെ ഇത് പാല് അതായത് അവസാനം പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, പല ഏരിയയിലോട്ട് അത് അയക്കണം. അതെന്ന് പറയാൻ നേരത്ത് ലോജിസ്റ്റിക്സ് എന്ന് പറയും. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരാൾ മേൽനോട്ടം, അതെന്ന് പറയാൻ നേരത്ത് മാനേജ്മെൻറ്റ് വരും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. അതായത് ഇത്രയും കാറ്റഗറീസ് ആണ് ഈ ഒരു മിൽമ എന്ന് പറഞ്ഞ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അതത്ര നിസ്സാരമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം കേരള ഗവൺമെൻറ് ഡീൽ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കോംപ്ലിക്കേറ്റഡ്, ഇതിനെക്കാട്ടി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത് ചിലപ്പം മറ്റേ ശമ്പളം വിതരണമായിരിക്കും. അതായിരിക്കും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പം പാല് അത് വെച്ചിട്ട് തൈരുണ്ടാക്കുന്നുണ്ട്, ചീസ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ അതിനും വരുന്നുണ്ട്, അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.